അങ്ങനെ രണ്ടാം കൃഷിക്ക് സമയമായി. നെൽവിത്ത് നമ്മൾ മുളപ്പിക്കാനായിട്ട് കപ്പളത്തിൻ്റെ ഇല കൊട്ടയ്ക്കകത്ത് വിരിച്ച് ഇതിലേക്ക് നെല്ല് ഇടുകയാണ്. ഈ നെല്ലാണെങ്കിൽ 15 മണിക്കൂർ നമ്മൾ വെള്ളത്തിലിട്ട നെല്ലാണ്. H4 ഇനത്തിൽപ്പെട്ട നെല്ലാണ് ഈ പ്രാവശ്യം കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ മൂപ്പ് എന്ന് പറയുന്നത് 110 ദിവസമാണ്. നല്ല വിളവ് കാര്യങ്ങളൊക്കെ കിട്ടും എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. പിന്നെ ഈ H4 കൊയ്യേണ്ട സമയമായി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ ആ ഡേറ്റിൽ കൊയ്യണം, അല്ലെങ്കിൽ പൊഴിച്ചിലെ കാര്യങ്ങളൊക്കെ കൂടുതലുണ്ട് എന്നും അറിയാൻ സാധിച്ചു. 30 സെൻറ്റ് സ്ഥലത്തേക്ക് 10 കിലോ നെല്ലാണ് നമ്മൾ കൃഷിക്കായിട്ട് എടുത്തിരിക്കുന്നത്. നെല്ല് ശുദ്ധിയാക്കാനായിട്ട് ഒരു പിടി ചാണാന് 20 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ നെല്ല് ഇതിലിട്ടത്. നെല്ലിട്ടതിന് ശേഷം നമ്മൾ തേക്കിൻ്റെ ഇല വെച്ചാണ് മൂടുന്നത്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മുകളിൽ വെയിറ്റ് കയറ്റി വെക്കുന്നുണ്ട്. പെട്ടെന്ന് ഇത് ആവിക്കാനും ചെറുതായിട്ട് ചൂട് കയറാനും മുള പെട്ടെന്ന് പൊട്ടി വരാനുമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വെയിറ്റിനായിട്ട് ഞാനൊരു ടൈൽസിൻ്റെ ഒരു കഷ്ണമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതുകൂടാതെ കരിങ്കല്ലിൻ്റെ 2-3 കഷ്ണങ്ങൾ കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ചുടുകട്ടയൊക്കെ ആയിട്ട് എടുത്തു വെക്കുകയാണ്. ഇങ്ങനെ വെയിറ്റ് വെക്കുന്നതിനുപരി ഇതിൻ്റെ പ്രയോജനം എന്താണെന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും. പെട്ടെന്ന് മുള പൊട്ടാനായിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇതിനെല്ലാം ദൃക്സാക്ഷികളായിട്ട് നമ്മുടെ ഒപ്പം ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഓക്കേ, ബായ്.